അയ്യോ ഈ കൂർക്കൊക്കെ കരിഞ്ഞൂലേ. അത് തല നട്ടത് ഞാൻ നനയ്ക്കാൻ മറന്നു. അപ്പൊ ഇത് 4 പിടിച്ചു കിട്ടിയില്ലോ. എന്തത്? ഏത് 4? 4 പിടിച്ചു. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ബാക്കിയൊക്കെ കരിഞ്ഞു. അത് എന്ത് പറ്റി? ഒരേപോലെ വെയിലും വെള്ളവും ഒക്കെ കിട്ടണേ. ഒക്കെ കിട്ടുന്നത് പറഞ്ഞിട്ട് കാര്യമില്ലേ. അത് കുഴപ്പമില്ലേ, ബാക്കിയുള്ള കൂർക്കളൊക്കെ അടിപൊളിയിട്ടുണ്ട്. ഇത് കുഴപ്പമില്ല, ഇതൊക്കെ നന്നായി. ഇവിടത്തെ കാലകനായില്ലേ. ഇതിനൊക്കെ ചേട്ടൻ വളം വെച്ച് മണ്ണിട്ട് കൊടുത്തു. തക്കാളി പോയി 2 ഐ ഇതവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റിയാ ഉണ്ടമല്ലി. ഒരു ഭംഗിയില്ല കാണാനായിട്ട്. ഭംഗിയുണ്ട്. ഇതെന്താ ഈ ഉണ്ടമല്ലി വെള്ള കളറ്? ഉണ്ടമല്ലി നല്ല പർപ്പിൾ നല്ല. അത് വരും, അത് ആ കളറിലേക്ക് വരും. എനിക്ക് തോന്നുന്നില്ല ഇത് വരുമ്പോഴേ ഈ കളറെല്ലാം നിക്കണല്ലോ. എന്റെ മുകളിൽ ഇത് കാണിക്കേ നോക്കൂ, കണ്ട ഉണ്ടമല്ലിയുടെ കളർ നോക്കിയേ. ഉണ്ടമല്ലി എന്നിട്ട് പറയുന്നേ ഈ ഞാനൊരു വീഡിയോ കണ്ടേ, നമ്മുടെ രാജലക്ഷ്മി ചേച്ചി അയച്ചതാ. ഈ ചെണ്ടുമല്ലിയുടെ തല മുട്ട് വിടില്ലേ, മുട്ട് വരുമ്പോ വെട്ടിയിട്ട് അതൊക്കെ കുഴിച്ചിടണം. അതൊക്കെ കുഴിച്ചിടുമ്പോ ഈ വെട്ടിയിട്ടുള്ള ചെടിയില്ലേ, ആ ചെടിയുമ്പോ നിറച്ചളവന്ന് അതുമൂലം നിറച്ച് പൂവുണ്ടാവും, ഇതുമൂലം പൂവുണ്ടാവും. തല വെട്ടി കുഴിച്ചിടുക. അത് പിന്നെ എനിക്ക് തോന്നില്ല. നോക്കിയൊക്കെ വേണമെങ്കിൽ നമുക്ക് വെട്ടാനൊരു ബുദ്ധിമുട്ട്. ഇവിടെ പറിച്ചാണല്ല ആക്രമണ്ട. എന്നിട്ടൊരു വളം ചേർക്കുന്നുണ്ട്. ഒരു എന്നിട്ടാണ് നൈട്രജനും ഫോസ്ഫേറ്റും പൊട്ടാഷും NPK അല്ലേ. ആ സാധനം ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അതെന്തായാലും ആവട്ടെ. ഞാനിപ്പോ ചെയ്യാൻ പോണതേ ഇവിടുത്തെ ഞാൻ സുമ കൊള്ളിക്കില്ലേ, ഇതിന് മണ്ണിട്ട് കൊടുക്കായിരുന്നു കുറച്ച്. അതിന്റെ കടക്കപ്പോ ചേട്ടൻ കുത്തി കൊടുത്തതാ? ഇത് തന്നെ ഉണ്ടായത് കണ്ട മധുരക്കിഴങ്ങ്. അത് കൊള്ളിയും മധുരക്കിഴങ്ങ് കൂടിയിട്ട് പരസ്പരമായിട്ടുള്ളൊരു തോണ് കണ്ടിട്ട് കണ്ട. വെറുതെ ഒരു കടയാണ് കാണുന്നത്. ഒരു കടയുടെ ഇതാണ് വലിപ്പാണ് കാണുന്നത്. ഇത് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുമെന്നും അറിയില്ല. എന്നാലും നോക്കി നോക്കാം, നമുക്ക് പരീക്ഷണം ചെയ്യാലോ. ചാണം ഇതിനിട്ടിട്ടില്ലേ, തുണ്ട് ചാണം. പിന്നെ നമ്മളന്ന് ആ ഒരു നല്ല ഭംഗിയുള്ള ഒരു കാന്താരിയുടെ നല്ല വലിപ്പമുള്ള ഒരു കാന്താരി കുഴിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ അവസ്ഥ നോക്കൂ, ഇതാ ഇങ്ങോട്ട് നോക്കൂ, കരിഞ്ഞു പോയി. അതിങ്ങനെ അതങ്ങനെയാണ്. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, നമ്മള് വിചാരിച്ചോടത്ത് നിക്കില്ല തന്നെ. ഇതൊന്നും ഇവിടെ ചെയ്യാൻ പോണതേ ഈ ഇഞ്ചി ഇവിടെ വൃത്തിയാക്കണം എനിക്ക്. അപ്പൊ ഇഞ്ചിയുടെ ഈ ഇതുകളൊക്കെ എടുത്തിട്ട് അവിടേക്ക് എടുത്ത് വെക്കാൻ. എന്റെ ദൈവേ, ഇതിപ്പോ ഒരു 10-15 സ്ഥലത്താണ് ഇപ്പൊ ഇഞ്ചി നിൽക്കുന്നത്. ഇത് ഫസ്റ്റത്തേന് രണ്ടാമത്തേന് അല്ല 2-3 പറയില്ലേ. 2-3 എന്നേ കഴിഞ്ഞു. 2-3 നല്ലത്. ഇത് ഇത്തവണത്തെ ഇഞ്ചി കൃഷി പണ്ടത്തെ ഇഞ്ചിനെ കുറെ വട്ട സ്ഥലത്തേക്ക് ഇത്. പക്ഷെ ഇത് അതന്നെ അല്ല ചേട്ടാ, അത് പെട്ടെന്ന് എടുക്കല്ലേട്ടാ. വല്ലതും ചുരുണ്ടുകൂടി എടുക്കണ്ടാവും. ഇല്ല, ഞാൻ നോക്കിയിട്ടുണ്ട്. ഈ സാധനേ അവിടേക്ക് എടുത്ത് വെച്ച് ഇവിടെ വൃത്തിയാക്കണ്ടേ. അല്ലാണ്ട് ഇതിന് അത് പൗതുങ്ങി അവിടെ ഇരിക്കുന്നുണ്ട് ചേട്ടാ, നല്ല ഭംഗിയില്ല. ഇതെവിടെ വെക്കാൻ പോണെന്ന് നോക്കി. ഇതൊരു കുഴപ്പമില്ല. കൊണ്ടുവയ്ക്കാൻ പോണേ ഗ്രോ ബാഗിലല്ലേ വെക്കുന്നത്. ഇത് കുറച്ച് നാള് മുന്നല്ലേ ഇത് ഇവിടെ കൊണ്ടുവച്ചേ. അല്ല അതവിടെ ഇനി തുടക്കുന്നുണ്ട്. ഇതേ ഈ വെക്കുന്നത് ഇവിടെയാണ് വെക്കുന്നത്. അതാ അവിടെയായിരുന്നു ആദ്യം. അല്ല ഈ തെങ്ങിന്റെ ഇവിടെയാണ് വെക്കുന്നത്. ഇങ്ങനെ പരിചരിട്ട് തെങ്ങിന്റെ അടയ്ക്ക് ഇവിടെ ഞാൻ വെടുപ്പാക്കി നോക്കിയിട്ട് വാടി എന്തെങ്കിലും ചെയ്. അല്ല അവിടെ കുഴപ്പമില്ല. അല്ല ഇപ്പൊ കുഴപ്പമുണ്ടായാലും കുഴപ്പമില്ലെങ്കിലും ഞാനിപ്പോ എന്തൊട്ട് പറയാനാ ചേട്ടൻ. വൃത്തിയാക്കി ഇവിടെയാണ് വെക്കരുത്. ഇനി ആ തെങ്ങിന്റെ കട എന്നിട്ട് വൃത്തിയാക്കിട്ട് അത് അവിടെ തന്നെ കൊണ്ടേക്കൂ. ഇല്ല, അവിടെ വേറെ സാധനം പയറാണ്ടാണ്ട് തെങ്ങിന്റെ ഇടയ്ക്ക് പയറിടാൻ. നിനക്ക് കൊണ്ട് നോക്കി കൊണ്ടുപോക്കോ. ഇതൊരു ബുദ്ധിമുട്ടില്ല സാറിന്റെ കേട്ടാ. അതൊക്കെ പിന്നെ വലിച്ചു കളയാം. അല്ല അത് കയ്യോടെ വൃത്തിയാക്കിട്ട് കൊണ്ടൂടെ. കടയിൽ തെങ്ങിന്റെ കടയിൽ കാട് പിടിച്ചിട്ട് വൃത്തി കടായിട്ട് എടുക്കല്ലേ കണ്ട. ഇതിനി അടുത്ത എക്സ്ക്യൂസ് എന്തിട്ടാ പറയാൻ പോണെന്ന് കാണാം. ഇവിടെ ഇല്ലില്ല, ഇതൊരു കുഴപ്പമില്ല. അത് തൊട്ടപ്പുറത്തേക്ക് അങ്ങനെ കണ്ട. കൃഷി പഠിച്ചു സരിത കണ്ട, കൃഷി പഠിച്ചു. മിണ്ടാണ്ട് പൊക്കോളാം അവിടെ നിന്ന്. എന്റെ വായിലിരിക്കണത് കേക്കണ്ട മനുഷ്യ. ഭംഗിയില് കൃഷി പഠിച്ചു. എങ്ങനെ
ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തേക്ക് ഈ ചെടികളെ മാറ്റാം എന്നുള്ള കാര്യം പഠിച്ചില്ല നീ? അല്ല ഇവിടെ കാട് പിടിച്ച് കിടക്കുന്നില്ല, അതുകൊണ്ടല്ല ഞാനല്ല. പിന്നെ ഞാൻ വെറുതെ ഒന്നും കാണാണ്ട് ഞാൻ ഒന്നും ചെയ്യാന്ന് മനസ്സിലാക്കിയുള്ളൂ നിനക്ക്. ഒന്നും കാണാണ്ടേ ഒന്നും ചെയ്യില്ലെന്ന് മനസ്സിലാക്കിയുള്ളൂ. ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. ഒന്നും കാണാണ്ട് ചേട്ടൊന്നും ചെയ്യില്ല. ഇതെന്തുടനാലോലി പിന്നെ പേടിയാവണ് കേൾക്കുമ്പോ അല്ലേ? ആ 1 കിലോ എത്ര 2 സബോള വിളിച്ച് പറഞ്ഞു പോണത്. സബോള അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ, റോട്ടികൾ വിളിച്ച് പറഞ്ഞു പോണതാണ്. പണ്ട് ആളുകള് സരിതിക്ക് ഓർമ്മയുണ്ട്, പണ്ടൊക്കെ ആളുകളേ ഇവര് വായ കൊണ്ടാണ് വിളിച്ച് പറഞ്ഞു പോവാ. വായ കൊണ്ടാ? ഇപ്പൊ പിന്നെ എന്തുട്ടോണ്ടാ വിളിക്കുക? ഇപ്പൊ മെയ്ക്കല്ലേ, മറ്റേതല്ലേ സ്പീക്കർ, വായ കൊണ്ട്. എന്താ ഒന്നുമില്ല. അല്ല, പണ്ട് വിളിച്ച് പറഞ്ഞു കൊടുത്തു. പണ്ട് മൈക്കില്ലാണ്ട് ആയിരുന്നു വിളിച്ചു പറഞ്ഞു പോയോ? ഈ സമയത്ത് മീൻകാരൊക്കെ വിളിച്ച് പറഞ്ഞു, സായിവുകള് മറ്റേ ഇത് മീനൊക്കെ തോളത്ത് വെച്ചിട്ടേ കാവുകാര് വൈകുന്നേരം മീനൊക്കെ കൊണ്ടുപോണവര് ഇപ്പഴല്ല തുടങ്ങിയ, പണ്ടുണ്ടായിരുന്ന. ഞാൻ കഥച്ചൂട്ടാ, എനിക്ക് കൊളസ്ട്രോൾ ഉണ്ട്, അതാണ് ഞാൻ കഥക്കണേ. കോഴിമുട്ട കൊളസ്ട്രോള് കൂടുന്ന ആരാ പറഞ്ഞേ? മുട്ട കഴിച്ചാ ഇല്ലാന്ന് ഡോക്ടർ ഫേസ്ബുക്കിൽ പറയണ്ടായിരുന്നല്ലോ. മുട്ടയില് കൊളസ്ട്രോൾ ഇല്ലാന്ന്. എന്റെ കൊളസ്ട്രോള് ഫുഡിൽ നിന്ന് വന്നതല്ലടാ, ജനറ്റിക് ആണ്, പാരമ്പര്യാണ് കൊളസ്ട്രോൾ. ഇതിലൊക്കെ മണ്ണ് കുറവാ ചേട്ടാ. മണ്ണിട്ട് കൊടുത്താലല്ലേ ഇഞ്ചി ഉണ്ടാവുള്ള. മണ്ണില്ല തീരെ. ചിലതെടുക്കുമ്പോ നല്ല കനുണ്ട്, ചിലതിന് ഒട്ടും കനല്ല. മണ്ണിട്ട് കൊടുക്കാം. എന്ത് ഇതൊക്കെ എന്ന് ആക്കി വെച്ചിട്ട് ഇവിടെ ഇരിക്കണമെന്നറിയോ? ശരി, ഷോ അച്ഛനേക്കാളും വലുത്താ മോൻ. എനിക്ക് പൊന്നാൻ വേണ്ടിട്ടാന്ന് ചേട്ടൻ കുറച്ചു മണ്ണിട്ടേക്കണേ അത്ര. അവൻ പറയാ ഇതിപ്പോ മുന്ന് വെച്ചതല്ലേ എന്ന് പറയണേ. ഒരു നാള് എനിക്ക് ഉണ്ടാവും അറിയാന്ന്. അത് അല്ല, അങ്ങനെ വിചാരിക്കാം. അതന്നെ പറഞ്ഞേ. ഒക്കെ കൊറേ ന്യായീകരണം നിരത്തും. ഇതിന് കുറച്ച് കൂടി കനുണ്ട് കേട്ടാ, പക്ഷെ എന്നാലും മണ്ണ് കുറവാ. ഇതാണ് ഇഞ്ചിയുടെ പൂവാണോ ഇതൊക്കെ വരുന്നത്? ലക്ഷണാണ്. അതന്നെ അതുപോലെ ഉണ്ടല്ലേ. ഇത് അധികം നാളൊന്നും ഇവിടെ ഉണ്ടാവില്ല ചേട്ടാ, കാരണം ഇത് നമ്മളെപ്പോഴും ഇങ്ങനെ നടക്കണ സ്ഥലാ. അവിടെ എന്ത് തന്നെയാലും ഇത് ഇപ്പൊ മാറ്റിവിടും നോക്കിയോളൂ. 4 ദിവസം ഞാൻ മാറ്റണം, നമ്മളറിയില്ല എന്ന് മാത്രം. നമ്മളോട് മിണ്ടാണ്ട് ചേട്ടൻ മാറ്റാം. മിണ്ടാതെ പറമ്പിന്റെ 4 മൂലയ്ക്ക് കൊണ്ടുപോയി സ്ഥാപിച്ചു. അതെ, അതന്നെ പറഞ്ഞേ. ഞാൻ കൊണ്ടുവന്നേക്കാം. കഴിഞ്ഞല്ലോ, അതിനെടുക്കാം. ഞാൻ ഇതിലും മണ്ണില്ല, ഇതിലും മണ്ണ് കുറവാ. ഇത് മാറ്റട്ടെ. തെങ്ങിന്റെ കടവെടുപ്പാക്കണല്ലോ നമുക്ക്. മാറ്റി കഴിഞ്ഞാലാണ് നമുക്ക് തെങ്ങിന്റെ കടവെടുപ്പാക്കാൻ പറ്റില്ല. ഈ പൊന്നാങ്കണ്ണി എവിടേക്കാ നടാൻ പോണേ? എവിടെ അങ്ങോട്ട് വലിച്ചുകൊണ്ട് വെച്ചാണ് പിടിച്ചു. അതിനെ മാറ്റും. ഇവിടെയാണോ? അതായത് ആ തെങ്ങിന്റെ കടക്ക് ഇപ്പൊ പയർ കൂത്തിയില്ല, അവിടെ നട്ടതാണോന്ന് അറിയില്ല കേട്ടോ. ആ പൊന്നാങ്കണ്ണി ചീര അത് മാറ്റിയിട്ട് എവിടെ സ്ഥാപിക്കണം എന്ന് അറിയാണ്ട് തൽക്കാലത്തേക്ക് കൊണ്ടുവച്ചതാണ് കേട്ടോ. ഇവിടെ കുറെ നാൾ മുമ്പ് അതിവിടെ പിടിച്ചു. അതിൻ്റെ ഉള്ളിൽ 2 പെപ്സി കുപ്പിയൊക്കെ എടുക്കുന്നുണ്ട്. ഈശ്വര, വല്ല പാമ്പുണ്ടാവുക അതിൻ്റെ ഉള്ളിൽ. അതിവിടെ പിടിച്ചു. ഇനി എവിടേക്കാണ് ഇതിനെ സ്ഥാപിക്കാൻ പോണേ? പൊന്നാങ്കണ്ണീനെ ഞാനേ അവിടുത്തെ വൃത്തിയാക്കണ്ട.
നീ തെങ്ങിനാടെ വൃത്തിയാക്കാൻ പോവാന്ന്. ആ ഇന്നേ വിമാനം പോണു. കാറാ ആണോ? ആ വിമാനാ. വിമാനം പോണ സൗണ്ട് അല്ലേ അത്? അയ്യോ സോറി, വിമാനം പോണ സൗണ്ട് അല്ലേ? ഇത്രക്കധികം സമയാ കാറ് പോണ സൗണ്ട് കേൾക്കണേ? പൈപ്പുണ്ട് ഇവിടെ. ഇന്ന് പലഹാരങ്ങളൊന്നും ഉണ്ടാക്കണില്ലേ? ചായ കൂടി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നേ. ചായയുടെ കൂടെ ഞങ്ങളൊരു സാധനം കഴിച്ചു, നല്ല രസമുണ്ട്. അത് ഉണ്ടാക്കണം നമുക്ക്. ടൊമാറ്റോ മുറുക്ക്, അതാണ് ഹെൽത്തി ഫുഡാലോ ജഗ്ഗു. ടൊമാറ്റോ മുറുക്ക് ജഗ്ഗു ഓരോ സാധനങ്ങൾ കഴിക്കുമ്പോൾ പറയാൻ ഹെൽത്തി ആണോ എന്നൊക്കെ ഇത് പറയേ. അതുകൊണ്ട് ഞാൻ ചോദിച്ചതാട്ടാ. ഇതെനിക്ക് പൊന്തില്ലാന്ന് തോന്നുന്നു. ഇതില് ഇഞ്ചിയല്ല പുല്ല. അതൊന്നും ആക്കണ്ട. ഇവിടെ പകലാണ് പയറിന്റെ ഇത് കൊണ്ടുവന്നിടും. പയറാ എന്തേലും. എന്തുട്ടിന്റെ കുപ്പി? അതെന്തിനാ കുപ്പി എടുത്ത് മാറ്റണം. പ്ലാസ്റ്റിക് അല്ലാതെ ഒരുവിധം ചേട്ടൻ മാറ്റിയില്ല ഇവിടെ നിന്ന് ചാക്കിലാക്കി മാറ്റി. ഇനി വൃത്തിയാക്ക. പുല്ല് അവിടെ കമ്പോസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട. ജഗ്ഗുന്റെ എക്സാം നാളത്തോടു കൂടി കഴിയും. ഇന്നത്തോടു കൂടി കഴിയേണ്ടതായിരുന്നു. തുടങ്ങണ ദിവസം തന്നെ മഴ കാരണം കൊണ്ട് അന്നത്തെ പരീക്ഷ മാറ്റി വെച്ചുല്ലോ. അന്നാണ് വെയിലായിരുന്നു അല്ലേ? നല്ല വെയിലായിരുന്നു അന്ന്. തുടങ്ങിയ വെയിലല്ലേ ഏതാ? തലേ ദിവസം ഞാൻ പറഞ്ഞ അന്നത്തെ ദിവസം മഴ ഉണ്ടായിരുന്നില്ലല്ലോ. ഇംഗ്ലീഷ് പരീക്ഷ അല്ല, ഫസ്റ്റത്തെ ദിവസം. 18-ാം തീയതി പരീക്ഷ തുടങ്ങണ്ടായിരുന്നു. 18-ാം തീയതി മുടക്കായിരുന്നു. അപ്പം ആ പരീക്ഷയാണ് നാളെ. ഇന്ന് വരെ കഴിഞ്ഞ പരീക്ഷകളിൽ വെച്ചിട്ട് ജഗ്ഗുവിന് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്നു മലയാളം മാത്രമാണ്. മലയാളം സെക്കൻഡ് എളുപ്പമായിരുന്നു, മലയാളം ഫസ്റ്റ് ബുദ്ധിമുട്ടായിരുന്നു. ബാക്കി എല്ലാതും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇന്നത്തെ കെമിസ്ട്രി വലിയ ഇതില്ല അല്ലേ? മലയാളത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അത് ഭയങ്കര അത്ഭുതമാണ്. എന്ത് മലയാളം ബുദ്ധിമുട്ടായതാ? മലയാളം ബുദ്ധിമുട്ടായതല്ല, മലയാളത്തില് ഇവന്റെ ഇതില് ഞാൻ ഇടയ്ക്ക് പുസ്തകങ്ങൾ വായിക്കുന്നതാണല്ലോ. അതില് ഒരു നാടകമുണ്ട്. ജഗ്ഗുന് പഠിക്കാനുള്ള പാഠം ചേട്ടൻ കളിച്ചിട്ടുള്ള നാടകം പക്ഷി കുഞ്ഞിന്റെ മരണം. ഒരു പക്ഷി കുഞ്ഞിന്റെ മരണം. അത് മലയാളം ഫസ്റ്റിലല്ല, സെക്കൻഡില്. വയലാ വാസുദേവ പിള്ളയുടെയാണ്. വയല എന്ന് പറഞ്ഞ കൊല്ലത്തുള്ള സ്ഥലമാണ്. വയലാ വാസുദേവൻ പിള്ള സാറ് എഴുതിയിട്ടുള്ള നാടകമാണ് ഒരു പക്ഷി കുഞ്ഞിന്റെ മരണം. അത് ഇവർക്ക് പഠിക്കാനുണ്ട്. അത് നാടകം ഫുള്ളായിട്ട് ഇവരെ ഇതിലുണ്ട്. അപ്പൊ അത് ഫുള്ളും നിങ്ങൾ കളിച്ചാ കറക്റ്റ് അതേപോലെ ടെക്സ്റ്റ് അത് തന്നെയാണ്. ഗണേശൻ മാഷാണ്, ഒന്നും കളഞ്ഞിട്ടില്ല. അപ്പൊ ആ നാടകം സംവിധാനം ചെയ്തത് ഗണേശൻ മാഷാണ് കേട്ടോ. ഞങ്ങള് 2000 ഗണേഷ് മാഷ് എന്ന് പറയും. ഗണേഷ് മാഷ് ഞങ്ങള് ഇങ്ങനെ പറഞ്ഞു ആൾക്ക് ഏറ്റവും ദേഷ്യമാണ് ആളെ ഗണേശൻ മാഷ് എന്ന് വിളിക്കണത്. ആള് തന്നെ ചേട്ടനെ പലവട്ടം വിളിച്ചോണ്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഗണേഷ് മാഷ് അങ്ങനെ വിളിക്കും. അയ്യോ, എന്നാലും ചേട്ടൻ അങ്ങനെ പറയുള്ളൂ. അതെ 2000 അതും അറിയില്ല, നമ്മൾ വെറുതെ പറഞ്ഞു പോണത് മാത്രം. ആളുകൾക്ക് മനസ്സിലായില്ല. അപ്പൊ ആളിന് സംവിധാനം ചെയ്യുന്നത് അത് 2016-15 തോന്നുന്നു ആ നാടകം കളിച്ചതേ. അതെ, ആ സമയത്തൊന്നും ചേട്ടൻ നാടകത്തിന് പോണതോ ഈ നാടകങ്ങൾ കളിക്കണതോ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എനിക്ക് ഭയങ്കര ദേഷ്യം. ഞായറാഴ്ച എനിക്ക് കലിയാണ്. കാരണം ഞായറാഴ്ച കാലത്ത് തന്നെ ചേട്ടൻ പോവും, ഉച്ചയാകുമ്പോഴത്തേക്കും പോവും. പിന്നെ രാത്രി പാതിരയായിട്ടാ വരാ. എന്നിട്ടേ ആ നാടകത്തിന്റെ കാര്യം പറയാനേ, ഒരു പക്ഷി കുഞ്ഞിന്റെ മരം എന്ന് പറഞ്ഞ നാടകം വയലാ വാസുദേവ പിള്ള സാറിന്റെ നാടകം കളിക്കാൻ തീരുമാനിച്ചു. അപ്പൊ അതിന് അഭിനേതാക്കൾ വേണം. അപ്പൊ ഞാനൊക്കെ 11ാം ബാച്ചാണ്. അപ്പൊ 13ാം ബാച്ചിലത്തെ ജയന്തി ഇവരൊക്കെ ഉണ്ട്. ജയന്തിയുടെ ബാച്ചിലത്തെ കുറെ പേര് എടുത്തു നാടകം കളിക്കാനായിട്ട്. 10-15 പേര് വേണം പക്ഷികളായിട്ട്. പക്ഷി കുഞ്ഞുങ്ങളായിട്ട് 10-15 പേരും പിന്നെ ഒരു പക്ഷി ശാസ്ത്രകാരൻ വലിയ പക്ഷിയായിട്ട് ഒരാളും വേണം, ഒരു വലിയ മനുഷ്യനും വേണം. അങ്ങനെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊന്നും അഭിനയിക്കാൻ പോയില്ലേടാ. അപ്പൊ അഭിനയിക്കാൻ ആള് തയ്യാണ്ടായപ്പോ വർഗീസ് മാഷ് എനിക്ക് വിളിച്ചു, ആജു ഈ പക്ഷി കുഞ്ഞിന്റെ മരണം എന്ന് പറഞ്ഞ ഗണേശ കളിക്കുന്ന നാടകമുണ്ട്, അതില് കളിക്കണം എന്ന് പറഞ്ഞു സംവിധാനം. അപ്പൊ പിന്നെ നമ്മള് അതിൽ കളിക്കാൻ തീരുമാനിച്ചു. റിഹേഴ്സലിന് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു ഓർമ്മയുണ്ട്, അന്ന് കഴിഞ്ഞിട്ട് ചേട്ടൻ ഒരു ഭൂതത്തിന്റെ പോലെ വന്നത് ഓർമ്മയുണ്ട്. നാടകം കഴിഞ്ഞിട്ട് ഡ്രസ് ചിറകൊക്കെ ആയിട്ട് പക്ഷികളായിട്ട് മാറും നമ്മള്. പക്ഷികളാക്കും നമ്മള്. കൊക്കൊക്കെ ആയിട്ട് തലയുടെ മുകളിലാണ് കൊക്ക്.
ഈ നമ്മുടെ തലയുടെ മുകളിൽ കൊക്ക് കണ്ണൊക്കെ എഴുതി ഒരു വെള്ള അതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇട്ട് ആകെ ഒരു ഇതായിട്ട് പക്ഷികള് വെള്ള മറ്റേ ഹൈനെക്കായിട്ട് ഫുൾ സ്ലീവ് ആയിട്ടുള്ള ബനിയൻ, വെള്ള പാന്റും, പിന്നെ വെള്ള കയ്യൊറ, വെള്ള. അപ്പൊ ഇത് കളിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സ്കൂൾ നാടകങ്ങളിലൊക്കെ കളിക്കാൻ പറ്റിയൊരു നാടകം കേട്ടോ. അത് ഈ വയല വാസപിള്ള സാറ് ഒരു ദിവസം പുറത്തേക്കാണ്ട് പോകുമ്പോൾ വഴിയിൽ ഒരു മരത്തിൻ്റെ അവിടെ നിന്ന് മരം വെട്ടിയിട്ടാണ്ട് ഒരു പക്ഷി, ഒരു കുഞ്ഞ് കിളിക്കുട്ടി നിലത്ത് വീണ് കിടക്കണം. അത് കണ്ടപ്പോൾ ആൾ എഴുതിയ കഥയാണത്. അതാണോ അതിന്റെ തീം? അതന്നെയാണ്. അപ്പൊ ഒരു ബാമ്പറിട്ട് കുറച്ചിരിച്ചൂല എന്റെ അടുത്ത് വന്നിട്ട് ഒരു സീൻ. ഇതിന്റെ റിഹേഴ്സല് റിഹേഴ്സലിന് കൃത്യസമയത്തിന് വരണം എന്നുള്ള ഒരു ഇതുണ്ട്. കൃത്യസമയത്തിന് വരണം റിഹേഴ്സലിന്. കാലത്ത് 10 മണിക്ക് വരണം. അപ്പോൾ ഒരു ദിവസം റിഹേഴ്സൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സരിതനെ ബംഗിനിശ്ശേരിയിൽ സരിതരെ മാമൻ്റെ വീട്ടിൽ കൊണ്ടുവന്നാക്കണം. അന്ന് എന്തോ ഒരു വിശേഷം ഉണ്ടായിരുന്നു. അപ്പോൾ കാലത്ത് ഞാൻ നിന്നെ കൊണ്ടുവന്നാക്കിയിട്ട് വേണം എനിക്ക് ഈ അക്കാദമിക്ക് എത്താനായിട്ട്. അപ്പം നമ്മുടെ എനിക്ക് ശേഷമുള്ള ബാച്ചിലത്തെ ഉദയനില്ലേ, നമ്മുടെ ഉദയനെ അറിയില്ലേ, ഇവിടെ ഇവിടെ പണിസ്ഥലത്തുള്ള ഉദയൻ, ആള് മോഹൻലാലിൻ്റെ ഒപ്പമുള്ള പടമൊക്കെ കാണിച്ചു തരാട്ടാ. ഉദയനെ കുറേ സിനിമകളിലെ മറ്റേ ഇതായിട്ട് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോയിട്ടുണ്ട്. മോഹൻലാലിൻ്റെ വീട്ടിൽ വരെ പോയിട്ടുണ്ട്. അത് മോഹൻലാലായിട്ടുള്ള ഫോട്ടോ കാണിച്ചു തരാം. അപ്പൊ ഉദയൻ ഇവിടുന്ന് പോകണ്ടല്ലോ. അപ്പൊ ഞാൻ ഉദയനോട് പറഞ്ഞു, ഞാൻ വരുമ്പോ ഞാൻ സരിതനെ കൊണ്ടുവന്നാക്കിയിട്ട് വരാം, നീ അത് അവിടെ പറയണ്ടാട്ടാ എന്ന് പറഞ്ഞു. ഇത് ഞാൻ വരുമ്പോ ഒരു അരമണിക്കൂർ വൈകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ 10 മണിക്ക് എത്തേണ്ട ഞാൻ സരിതനെ അവിടെ കൊണ്ടുവന്നാക്കിയിട്ട് തൃശ്ശൂർ ഇങ്ങനെയുണ്ട് കണിമംഗലം കൂടി വന്നപ്പോൾ അവിടെ എത്തിയപ്പോൾ 10:30 കഴിഞ്ഞു, 10:45. അപ്പോൾ ഗണേശൻ മാഷ് ചോദിച്ചു എന്താ നേരം വൈകിയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടുന്ന് വരുമ്പോൾ തന്നെ കുരിയിച്ചു, അതോടൊരു ഭയങ്കര ബ്ലോക്കായിരുന്നു. പിന്നെ അങ്ങനെ 2-3 കാര്യങ്ങളാണ് വെറുതെ പറഞ്ഞു. പറഞ്ഞ വഴിക്ക് മാഷ് പറഞ്ഞു, നിങ്ങൾ എവിടെയായിരുന്നു എന്നും നിങ്ങൾ ഭാര്യനെ കൊണ്ടുവന്നാക്കാൻ പോയതെന്നും ഒക്കെ നമ്മൾ അറിഞ്ഞു. അപ്പം ഞാൻ ഉദയനോട് എന്താ ചിരിക്കാം, ഉദയ നിന്നെ ഞാൻ എന്ന് പറഞ്ഞിട്ടേ നമ്മളെ നുണ പറയേണ്ട ആ ഒരു മനസ്സിലാക്കിയല്ലേ നമ്മൾ ഒരു നിർദോഷമായിട്ടുള്ള ഒരു ആർക്കും ഉപദ്രവമില്ലാത്തൊരു നുണേനെ പറഞ്ഞത് ഇവനോട് പറഞ്ഞു. ഇവനത് അങ്ങനെ മാഷോട് പറഞ്ഞു, ആ ചേട്ടൻ സരിതേച്ചിനെ കൊണ്ടുവന്നാക്കാൻ പോയൊക്കെ ഇട്ട് വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചേട്ടനേക്കാളും പറഞ്ഞു. അങ്ങനെയൊക്കെ വെച്ചിട്ട് നാടകം എന്ന് പറഞ്ഞാൽ ഈ നാടകത്തിന്റെ ദിവസം റീജിയണൽ തിയേറ്ററിലാണ് നാടകം. ഇവിടെ ഉള്ളവരൊക്കെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ വീട്ടിലുള്ളവരും റീജിയണൽ തിയേറ്ററിൽ കണ്ടമാന ആളുകളുണ്ട്, അറിയാലോ. നീ വന്നില്ലേ റീജിയണൽ തിയേറ്റർ? ഞാൻ ഇതിന്റെ ബദ്ധശത്രുവാണ് നാടകത്തിന്റെ. റീജിയണൽ തിയേറ്ററിൽ നാടകം കളിക്കാൻ പോണ്. റീജിയണൽ തിയേറ്ററിന് അറിയാം, സംഗീത അക്കാദമിയുടെ ഏറ്റവും വലിയ ഹാള്. അവിടെയാണ് എല്ലാ വക പരിപാടിയും നടക്കുക. അവിടെ നാടകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നാടകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ സ്റ്റേജിൽ ഈ നടുവില് വലിയൊരു മരത്തിന്റെ കട ഇങ്ങനെ നടുവെത്തിയിട്ട് ഒരു മരത്തിന്റെ കടയാണ് വെച്ചുകൊണ്ടത്. ആ ഒരു മരമായിരുന്നു, വലിയൊരു മരമായിരുന്നു. ആ മരത്തില് കിളികൾ കൂടുകൂടിയിട്ടുണ്ടായിരുന്നു. ആ മരം മുറിച്ചു. അപ്പൊ കിളികളൊക്കെ ക്രൂരന്മാരായ മനുഷ്യന്മാര് മരം വെട്ടി നശിപ്പിക്കുകയാണ്. മരത്തിന്റെ കട മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ ഞങ്ങളൊക്കെ ഈ കണ്ടമാനം ഡയലോഗുള്ള ഇതാണ്. അപ്പൊ എനിക്ക് ഒരേ ഒരു ഡയലോഗുള്ളൂ, ഉദയന് ഒരേ ഒരു ഡയലോഗുള്ളൂ. അപ്പം ഞങ്ങൾ ഈ ഡയലോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മനസ്സിൽ ഇങ്ങനെയുണ്ട് ഊട്ടി ഉറപ്പിക്കുകയാണ് ആ ഡയലോഗ് പറയേണ്ട സന്ദർഭങ്ങൾ. അപ്പോൾ ഉദയൻ്റെ ഡയലോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷിയായിട്ട് വന്നിട്ട് ഇങ്ങനെ ഈ കടയിനിട്ട് ഇതിങ്ങനെ കയറി വരണം. ഇത് വിളിക്കുക ഇത് ചവിട്ട് പോലെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കയറി വന്നിട്ട് പ്രേക്ഷകർ ഇങ്ങനെയിട്ട് കാതോർത്തിന് പ്രേക്ഷകരെ മുന്നിൽ നോക്കിയിട്ട് ഇങ്ങനൊരു ഡയലോഗ് പറയലുണ്ട് കേട്ടോ. അതാണ് ഉദയൻ്റെ സന്ദർഭം. അപ്പം ഞങ്ങളുടെ ഈ നാടകം കളിക്കുന്നതിൽ ശരത്ത് എന്ന് പറഞ്ഞിട്ടുള്ള വടക്കാഞ്ചേരിയുള്ള ഒരു കുട്ടീൻ്റെ കേട്ടോ, ശരത്ത്. ഇവനാണ് എന്ത് വെച്ചിട്ടില്ലേ, ഈ ഇതിൽ 16 പേരാണ്. ആ 16 പേര് ഡയലോഗ് പഠിച്ചു വെച്ചിട്ടുണ്ട് അവൻ. സാധാരണ അവരവരുടെ ഡയലോഗ് മാത്രം പഠിച്ചു വെക്കുന്നത്, ഇവൻ എല്ലാവരും ഡയലോഗും പഠിച്ചു വെച്ചിട്ടുണ്ട്. കാരണം ഇവർ പുതിയ ബാച്ചാണ്, ഇതാണ് പുതിയ ബാച്ചാണ്. അപ്പോൾ ഒരു നാടകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഡയലോഗ് പഠിച്ചു വെക്കലാണ്. അതാണ് കടിച്ചാപ്പൊട്ടാ ഡയലോഗുകളാ. അപ്പൊ ഒന്നും മനസ്സിലായില്ല, മോഡേൺ നാടകം ഒന്നും മനസ്സിലായില്ല. അപ്പൊ എല്ലാ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ ഇതായിട്ട് നല്ല ഭംഗിയിലെ ഡ്രസ്സുകളായിട്ട് ബെസ്റ്റ് ഭയങ്കര ലൈറ്റ്. പക്ഷിശാസ്ത്രക്കാരനാണ് കുറെ ഡയലോഗുള്ളത്. പക്ഷിശാസ്ത്രക്കാരനാണോ ശരത്ത്?
അല്ലല്ല അവന് അല്ല മറ്റേ ഈ വേറെ ആളിന് പക്ഷിശാസ്ത്രകാരൻ വലിയൊരു സൈസുള്ള ആളാണ്. ആ പേര് ഞാൻ മറന്നു. പുച്ഛം. അവളേ ഇവൻ അപ്പോൾ അങ്ങനെ നാടകം തുടങ്ങി. ഭയങ്കര രസകരമായി ലൈറ്റ്, അതായത് നമ്മൾ നാടകത്തിന് സ്റ്റേജിൽ കാണുമ്പോൾ നല്ല ഭംഗിയുള്ള പുകയും ഒരു നീല വെളിച്ചങ്ങളും പല പല എന്തൊരു ഭംഗി, കാണാനായിട്ട് നല്ല ഭംഗിയാണ് നമുക്ക്. അത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊതിയും കണ്ടു, ഫോട്ടോകളൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചിട്ടില്ലേ, ഉദയനാണെങ്കിൽ ഇവിടെയാണ് വലിയ വീരവാചകം മുഴക്കിണ്ടായിരുന്നു. ആദ്യമായിട്ടൊരു ഡയലോഗ് കണ്ട് കിട്ടുന്നുണ്ട് ആളുകള്. ഞാൻ നാടകത്തിൽ കസർന്ന് നോക്കിയോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവിടെയുള്ളവരൊക്കെ പോന്നിട്ടുണ്ടായിരുന്നു നാടകം കാണാനായിട്ട്. എല്ലാവരും കാത് കോർപ്പിച്ചിരിക്കുകയാണ്. മരത്തിൻ്റെ ഇതിലേക്ക് ഉദയൻ ഇങ്ങോട്ട് വരികയാണ്. ഇങ്ങനെ കയറി ഈ ചവിട്ടുപടിയായിട്ട് കയറി പകുതി കയറിയിട്ട് പിന്നെ ഒരു നിരപ്പിലേക്ക് കയറിയിട്ടാണ് ആ ഡയലോഗ് പറയേണ്ടത്. പാടത്തിനുടമയെങ്ങാനും അറിഞ്ഞാൽ എന്ന് പറയേണ്ടത്. ഇവൻ ഇതിങ്ങനെ കയറുന്നിട്ട കയറി. അപ്പം ഞാൻ അവിടെ ഉണ്ട്, മറ്റവരുടെ ഇങ്ങനെ പല പല കിളികളൊക്കെ പല പല വശങ്ങളിൽ സ്റ്റേജിൽ മുഴുവനാണ്. പകുതി കയറി കഴിഞ്ഞിട്ട് ഇവൻ അടുത്ത കാലടി വെച്ചിട്ടാണ് ഡയലോഗ് പറയുമ്പോഴേക്കും അവിടെ നിന്ന് ശരത്ത് പാടത്തിനുടമയെങ്ങാനും അറിഞ്ഞാൽ ഡയലോഗ് ഉദയന്റെ ഡയലോഗ് കാച്ചി. മോളെ കയറുന്നിട്ട് ഇനി എന്തുട്ടാ ഞാനിപ്പോ പറയാ, മറ്റേ ഹരിഹർ നഗറില് ഞാൻ മാത്രല്ല അവരുണ്ട് എന്ന് പറയില്ലേ, മറ്റേ എന്താ പറയാ പറവ് ഭരതനെ ഇടിച്ചിട്ട് എഴുതിയിട്ട് അത് തമ്മിലൊരു ബന്ധമില്ല. അല്ല അങ്ങനത്തെ ഒരു അവസ്ഥന്ന്. അതായത് അവിടെ ഉരുകിണ്ട് ഇറങ്ങി എങ്ങനെ പറയാ മരിച്ചു വീണാ മതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥ ഉദയനുണ്ടായി. അത് പക്ഷിക്കുഞ്ഞിന്റെ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാടകം വേറെ ഏതെങ്കിലും ഒരു ഡയലോഗും കൂടി പഠിക്കായിരുന്നു വിചാരിച്ചിട്ടുണ്ടാവും. അപ്പൊ അത് പറഞ്ഞിട്ട് പോരായിരുന്നു. അടുത്ത് അല്ല, അത് കഴിഞ്ഞിട്ട് എന്റെ ഡയലോഗ് ഭാഗ്യം പറഞ്ഞില്ല, ഞാൻ പറഞ്ഞു ഒപ്പിച്ചു, അത് പറഞ്ഞ് അവസാനിപ്പിച്ചു. അങ്ങനെ പക്ഷിക്കുഞ്ഞിന്റെ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ കിളികളിലത്തെ കൂട്ടത്തിലത്തെ ഒരുത്തൻ ഇതിന്ന് പോവാണ്. ഇവന്റെ ചിറകുകളൊക്കെ അറുത്ത് മുറിച്ചിട്ട് ഇനി എനിക്ക് ഇത് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഈ കിളികളുടെ കൂട്ടത്തിലത്തെ ഒരുത്തൻ പോവാണ്, ഇവിടുന്ന് പോവാണ്. ഈ കുറെ കിളിക്കുഞ്ഞുങ്ങളില്ലേ അവരുടെ ഒരുത്തൻ പോവാണ്. അവൻ പോയിട്ട് അവൻ വേറെ അവൻ ഇതാവാണ്, അതായത് പാടത്തിനുടമയാണ്. പാടത്തിൽ പോയിട്ടാണ് നെൽക്കതിരും ഇതൊക്കെ കൊത്തി തിന്നേണ്ടത്. അവൻ പാടത്തിനുടമയാവാണ്. ഈ വരുന്ന കിളികളെയൊക്കെ ഈ കൂട്ടത്തിലുള്ള കിളികളൊക്കെ അവിടേക്ക് നെൽക്കതിർ കൊത്തി തിന്നാൻ വരുമ്പോൾ അവരെയൊക്കെ അമ്പയ്യും ഈ കിളി, ഏത് ഈ പോയാൻ. അപ്പോൾ ഈ പക്ഷിശാസ്ത്രകാരൻ പറയും അപ്പോൾ എല്ലാവരും കൂട്ടത്തോടുള്ള എല്ലാ കിളികളും പറയും നമുക്ക് അവനെ എല്ലാവർക്കും കൂടിയിട്ട് അവനെ കൊത്തിപ്പറയ്ക്കാം മറ്റേ ചെയ്യാന്ന് പറയുമ്പോൾ പക്ഷിശാസ്ത്രകാരൻ പറയും അരുത് കുട്ടികളെ, അരുത് മക്കളെ എന്ന് പറയും. അത് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പോയി അവനാണെങ്കിലും അവനെ നമ്മൾ തഴുകണമെന്ന്. അതായത് കനത്ത വെയിലാണെങ്കിലും നമ്മൾ നമ്മുടെ ചിറകുകൾ കുഞ്ഞിച്ചിറകുകൾ പറത്തിയിട്ട് അവന് തണലേകണമെന്ന്. ഉള്ളൂരിന്റെ കവിത പോലെ നമ്മൾ ഒരിക്കലും ഹനിപ്പവനും അയ്യോ എന്നിട്ടാണ് ചെക്കുക കവിത ഇറുപ്പവനും മലർ എത്ര ദേഷ്യമുള്ള ആളായാലും അവരെ സ്നേഹത്തോടെ കെയർ ചെയ്യണം. ഇറുപ്പവനും മലർ ഗന്ധമേകും അങ്ങനെ കടല്ലേ. വെട്ടുന്നവനും തരുചൂടകറ്റും ഹനിപ്പവനും കിളി പാട്ടുപാടും പരോപകാര പ്രവണം പ്രപഞ്ചം. അതന്നെ. അപ്പോൾ ഒരിക്കലും അവനെ ആയാലും നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ ഒരിക്കലും ഉപദ്രവിക്കരുതെന്ന് പറയുന്നത് ഇതാണ് എൻ്റെ സാരാംശം. എന്നിട്ട് അവസാനം ഈ അതായത് ഇവര് കാണുന്ന അപ്പോൾ കുറേ പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പൂക്കളൊക്കെ കാണുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവറ്റങ്ങൾക്ക് ദ്രോഹം വരുമ്പോൾ ഈ പൂക്കളൊക്കെ ചുമക്കും. സ്റ്റേജിൽ നിറയെ പൂക്കളുണ്ടാവും. അവിടെ ഇവിടെയൊക്കെ പൂക്കള്, ഈ പൂക്കളൊക്കെ നിറയെ വെള്ളപ്പൂക്കളായിരുന്നു. അതൊക്കെ ചോക്കും. ഈ കിളികൾക്ക് ദുരന്തം ഭക്ഷണം കിട്ടാണ്ടും എല്ലാം വരുമ്പോ വെള്ളം കിട്ടാണ്ടൊക്കെ ആകുമ്പോ ചുമക്കും. അപ്പൊ പൂക്കളൊക്കെ തനി ചുമക്കും. അപ്പൊ വെള്ളപ്പൂക്കളായിരുന്നു ചോന്ന് കഴിഞ്ഞാൽ അത് പ്രപഞ്ചം മുഴുവൻ ദുരിതമാവും എന്നുള്ള ഒരു ഇതായിരിക്കും തോന്നുന്നു അത് വരുന്നത്. അല്ല ഇതിനെ കൊറേ വായിക്കാത്ത എനിക്ക് ഒന്നും പറയാറിയില്ല. അല്ല കൊറേ എനിക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ കിട്ടിയാണ്. അത് കഴിഞ്ഞിട്ട് അപ്പൊ പിന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാടത്തിനുടമയായിട്ടുള്ള ഇവരെ കൂടെ പോയിട്ടുള്ള കിളിയില്ലേ അവന്റെയും പൂക്കള് ചോന്ന് വരും. അപ്പൊ അവനും ഭയം വരും. പ്രകൃതി തിരിച്ചടിക്കാൻ തുടങ്ങുമ്പോ അവനും ഭയം വരുന്നു.
അപ്പൊ പിന്നെ എല്ലാ നമുക്ക് പണിയെടുക്കാം. പക്ഷിശാസ്ത്രകാരൻ അന്തനെ. പക്ഷിശാസ്ത്രകാരൻ അന്തനാണ് ആൾക്ക്. പക്ഷെ അകക്കണ്ണുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന മുഴുവൻ കാര്യങ്ങള് അവർക്ക് കാണും. എനിക്ക് മ്യൂസിക് ക്ലാസ്. നമ്മളെ എവിടെ കിളികൾ പറയുന്നത് ഈ മരം മുറിച്ചു കഴിഞ്ഞു, എല്ലാ മരങ്ങളും മുറിച്ചു കഴിഞ്ഞു പ്രകൃതിനെ നശിപ്പിക്കുകയാണ്. കാട്ടിലത്തെ എല്ലാ മരങ്ങളൊക്കെ മുറിക്കുമ്പോൾ കിളികള് പറയുന്നത് നമ്മളിനി എവിടെ കൂട് കൂട്ടും. അപ്പൊ പറയും പക്ഷിശാസ്ത്രകാരൻ പറയും കടലിന് മുകളിൽ തിരകൾക്ക് മുകളിൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൂട് കൂട്ടും എന്ന് പറഞ്ഞിട്ട്. അതായത് എന്തിനും അതിജീവിക്കുന്നു നമ്മള്. അവസാനം ഈ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കിളികള് പറയുന്നത് നീ ഞങ്ങളുടെ കൂടെ വരൂ. ഇവൻ്റെ ഇതുകളും ചുവന്നു വന്നു തുടങ്ങി, പൂക്കൾ ചുവന്നു വന്നു തുടങ്ങി. അപ്പോൾ കിളികളൊക്കെ പറയും നീ ഞങ്ങളുടെ കൂടെ വരൂ എന്ന് പറയുമ്പോൾ, അപ്പം അതിന് ഞാൻ എൻ്റെ സ്വർണ്ണച്ചിറകുകൾ അടുത്ത് മുറിച്ചില്ലേ എന്ന് പറയുമ്പോൾ ഇവർ വീശി കൊടുക്കാൻ എന്തെങ്കിലും ഇവനും ചിറക് മുളയ്ക്കും. അപ്പം മെല്ലെ ഇവൻ്റെ ഈ ചുവന്ന പൂക്കളില്ലേ, ചുവപ്പ് പൂക്കളില്ലേ, അത് മെല്ലെ വെള്ളയായിട്ട് വരും. അതിലാണ് നാടകം അവസാനിക്കുന്നത്. അങ്ങനത്തെ ഒരു നാടകം. ശരശയിലേക്ക് അമ്പ ചെയ്ത് പക്ഷി മറ്റൊരു അമ്പ ചെയ്തിട്ട് അയാൾ ശരശ ഉടമ അമ്പ ചെയ്തിട്ട് പൂക്കള് വെള്ള പൂക്കളൊക്കെ ഉള്ളത് ചോപ്പിക്കണത്. അപ്പൊ ഉടമേന്റെ പൂക്കളും ചോക്കുമ്പോ ഉടമ പേടിക്കും. അപ്പൊ എന്തിനാ ചെയ്യണ്ടേ ചോദിക്കുമ്പോ ഈ പക്ഷി കുഞ്ഞുങ്ങള് പറഞ്ഞു എല്ലാരും സ്നേഹത്തോടെ അരികാന്ന് പറയും. അപ്പോ ഞങ്ങളുടെ കൂടെ ഇയാളെ ജീവൻ പുനർജനിപ്പിക്കാനായിട്ട് വരാൻ പറയും. അങ്ങനെ എന്തൊക്കെയുണ്ട്. അപ്പൊ ചിറക് ഇല്ലല്ലോ എന്ന് പറയുമ്പോ ഞങ്ങൾ നിങ്ങൾക്ക് ചിറക് തരാം. ഇതൊക്കെ മോഡേൺ നാടകങ്ങളാ. വയലാ വാസുദേവപിള്ള സാറിന്റെയും ജി ശങ്കരപിള്ള സാറിന്റെയും ചില നാടകങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു അന്തകുന്തം മനസ്സിലാവില്ല. അതുകൊണ്ട് അല്ലേ അങ്ങനത്തെ നാടകങ്ങൾ. അതുകൊണ്ട് തന്നെ അല്ല ഇത് സ്കൂൾ നാടകങ്ങളായിട്ട് അവതരിപ്പിക്കാനായിട്ട് പറ്റിയ സാധനമാണ് കേട്ടോ. അപ്പൊ അങ്ങനെയാണ് പക്ഷി കുഞ്ഞിന്റെ മരണം എന്ന് പറഞ്ഞിട്ട്. അത് നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങൾ നമുക്ക് പ്രകൃതിനെ ദൂഷിപ്പിക്കാൻ തോന്നില്ല. നമുക്ക് ബുദ്ധിജീവി നാടകങ്ങളാണ് അതൊക്കെ. ഇതിന്റെ കട നോക്കിയേ, ഉറുമ്പ് കുത്തിയിട്ട് ചേട്ടാ. ഈ ഉറുമ്പ് കുത്തണ മണ്ണില്ലേ, ഇത് കുഴച്ചിട്ട് തൃക്കാരപ്പന ഉണ്ടാക്കും. അടിപൊളി മണ്ണല്ലേ. ഇതുകൊണ്ട് തൃക്കാര അതിനുള്ളിൽ പാമ്പുണ്ടാവും. ഉറുമ്പുണ്ടെങ്കിൽ പാമ്പുണ്ടാവില്ല തോന്നുന്നു. ഉറുമ്പും ചിതലൊക്കെ ഉപേക്ഷിച്ചാലാണ് പാമ്പ് വരാ അല്ലേ? അതെ, എന്നാലും തൊടണ്ട ജഗ്ഗു, റിസ്ക് എടുക്കണ്ട. ഹായ്, ഇവിടെ ഒരു സാധനം കണ്ടാ നോക്കിയേ, നമ്മുടെ ചുണ്ടങ്ങ പേടിച്ചുണ്ടാണാവോ വിചാരിച്ചു. അല്ല ചുണ്ടങ്ങയാണ്. നോക്ക്, ചുണ്ടങ്ങനെ നോക്കി. ചുണ്ടങ്ങനെ കളയണ്ടല്ലോ. ചുണ്ടങ്ങനെ കളയില്ലേ? ചുണ്ടങ്ങ എല്ലാത്തിനും എന്തിനും അതിജീവിക്കും. ചുണ്ടങ്ങനെ കുറിച്ചിട്ട് അപ്പു കുന്താവ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഒരു അടിപൊളി കമന്റ് ഇട്ടിട്ടുണ്ട്. എന്തുട്ട് അത് വായിക്കായിരുന്നു ആ കമന്റ്. ഇപ്പോ ആ കമന്റ് ഞാൻ വായിക്കാട്ടാ. ആ കമന്റ് വായിച്ചില്ലെങ്കിൽ അതൊരു തീരാ നഷ്ടമായിരിക്കും. താമരശ്ശേരിയിലെ സീത അഥവാ ചുണ്ടങ്ങ സാക്ഷാൽ സീതാദേവിയോടാണ് ചുണ്ടങ്ങേനെ ഉപമിച്ചിട്ടുള്ളത്. ഉഴവുചാലിൽ നിന്ന് ജനകന് ജാനകിയെ കിട്ടിയതുപോലെ അജുവിന് ആ ചുണ്ടങ്ങയും കിട്ടി. വിദേഹ രാജ്യത്തെ രാജകുമാരിയായി സീത വളർന്നതുപോലെ ആ ചുണ്ടങ്ങയും വളർന്നു. അയോധ്യയിലെ യുവരാജാവിൻ്റെ ഭാര്യയായി സന്തോഷത്തോടെ വസിക്കും പോലെ ആ കുടിലിന് എതിർവശം ആ ചുണ്ടങ്ങയും സന്തോഷമായി വസിച്ചു. അയോധ്യയുടെ അടുത്ത റാണിയായി വാഴാനുള്ള സകല തയ്യാറെടുപ്പ് നടത്തി നിന്നപ്പോൾ കൈകേയിയുടെ വാശിയിൽ ഭർത്താവിനൊപ്പം വനവാസത്തിന് പോകേണ്ടി വന്ന സീതയെപ്പോലെ അടുക്കളത്തോട്ടത്തിൻ്റെ റാണിയായി വാഴാൻ നിന്ന ആ ചുണ്ടങ്ങയ്ക്കും സ്ഥാനചലനം സജീവൻ്റെ പറമ്പിലേക്ക്. കാട്ടിലാണെങ്കിൽ രാമനോടൊപ്പമാണല്ലോ എന്നോർത്ത് ഉള്ള സൗകര്യത്തിൽ സന്തോഷം കണ്ടെത്തി തുടങ്ങുമ്പോഴേക്കും പുഷ്പക വിമാനത്തിൽ വന്ന് സീതയെ അപഹരിച്ച് ലങ്കയിലേക്ക് കൊണ്ടുപോകും പോലെ ഇളക്കിയെടുത്ത വേരുകൾക്ക് വീണ്ടും ബലം വെച്ച് തുടങ്ങുമ്പോഴേക്കും ആ ചുണ്ടങ്ങയ്ക്ക് വീണ്ടും സ്ഥാനചലനം സജീവൻ്റെ പറമ്പിലെ ഒരു മൂലക്കുള്ള മതിലിൻ്റെ ഓരത്തേക്ക്. ഏറെ നാൾ അവർ രണ്ടുപേരും നല്ലൊരു നാളെ സ്വപ്നം കണ്ടു കാത്തിരുന്ന സീത അശോക മരത്തിന്റെ തണലിലും ചുണ്ടങ്ങ ആ പ്ലാവിന്റെ തണലിലും. രാവണൻ നിഗ്രഹം ചെയ്ത് സീതയെ വീണ്ടെടുത്ത് തിരികെ അയോധ്യയിലേക്ക് പോകും മുന്നേ വീണ്ടും പരീക്ഷണം. ആ പാവത്തിന് അഗ്നിശുദ്ധി വരുത്താൻ, അതുപോലെ പാവൻ ചുണ്ടങ്ങയെയും നിർബന്ധിച്ച് അഗ്നിശുദ്ധി വരുത്തി താമരശ്ശേരിയിലെ രാമൻ. രാമായണത്തിലെ സീതയ്ക്ക് ഇനിയും വരുന്ന സന്തോഷത്തിന്റെ നാളുകളല്ല. ജനാപവാദം ഭയന്ന് അവളെ വീണ്ടും രാമൻ കാട്ടിലേക്ക് അയക്കുന്നു.
അതും നിറവയറുമായി. അതുപോലെ നിറയെ ചുണ്ടങ്ങി പൂത്തു നിൽപ്പുണ്ട് പാവം താമരശ്ശേരിയിലെ സീത. ഇനി എന്നാണ് അജുരാമൻ കാട്ടിലേക്ക് അയക്കുന്നത് എന്ന് പോലും അറിയാതെ കാത്തിരിപ്പാണ്. രാമായണത്തിലെ സീതയ്ക്ക് പലരിൽ നിന്നാണ് ഇത്രയും അനുഭവം അനുഭവിക്കേണ്ടി വന്നത് എങ്കിൽ താമരശ്ശേരിയിലെ സീതയ്ക്ക് ജനകനായതും രാമനായതും കൈകേയിയായതും രാവണനായതും എല്ലാം അജുവേട്ടൻ തന്നെ എന്നൊരു വ്യത്യാസം മാത്രം. ചുണ്ടങ്ങിയുടെ വീഡിയോയിൽ എഴുതിയാൽ ഇത് വായിച്ചില്ലെങ്കിലോ എന്ന് തോന്നിയത് കൊണ്ട് ഇതിൽ ചേർക്കുന്നു. ഓ എന്ത് രസമായിട്ട് എഴുതിയാണല്ലേ. കറക്റ്റ് ഉപമയിട്ടുണ്ട് അല്ലേ. അതേപോലെ തന്നെ ലാസ്റ്റ് അതിന്റെ കടക്ക് തീയിട്ട് അഗ്നിശുദ്ധിയും വരുത്തി അതിലും അതിജീവിച്ചു. എല്ലാത്തിനും അതിജീവിക്കുന്നു. അതാണ് ഭയങ്കര. ആ ചുണ്ടങ്ങ നമുക്ക് ചുണ്ടങ്ങയുടെ ജീവിതം ഒരു പാഠമാണ് നമുക്ക് ആളുകൾക്കേ. അതെ, വിഷമങ്ങൾ അനുഭവിക്കുന്നവർക്ക് അതന്നെ എന്നെങ്കിലും നമുക്കൊരു നല്ല നാളെ ഉണ്ടാവും. നമ്മൾ അംഗീകരിക്കും എല്ലാവരും. ഒരു നാൾ നമ്മളെ തള്ളിപ്പറഞ്ഞവർ, നമ്മളെ കുറ്റം പറഞ്ഞവരൊക്കെ നമ്മളെ അംഗീകരിക്കുന്ന ഒരു ദിവസം വരും നമുക്കും. നമ്മുടെ മാവും പൂക്കും എന്ന് പറയില്ലേ, അതുപോലെ. അപ്പൊ ഞാൻ ആ പുല്ല് ഞാൻ ഇവിടേക്ക് തന്നെ ഇട്ടു, കടക്കിൽ തന്നെ ഇട്ടു. സരിത മഴക്കാറുള്ളോടാ, മഴ പെയ്യണില്ല. രാത്രിയെങ്കിലും പെയ്താൽ മതിയായിരുന്നു അല്ലേ. അല്ലെങ്കിൽ ഒക്കെ ഇതിന് നനയ്ക്കേണ്ടി വരുമല്ലോ. നനയ്ക്കാറ് ചേട്ടൻ നനയ്ക്കുന്നുണ്ട്. ഒരുവിധം എല്ലാതും നല്ല വൃത്തിയാക്കിയിട്ട് അടിപൊളിയാക്കി നമ്മുടെ അടുക്കളത്തോട്ടം. രാവിലെ വന്നു കഴിഞ്ഞാൽ കുറേ പണി നടക്കും. രാവിലെ 6 മണിക്ക് ചേട്ടൻ ഇങ്ങോട്ട് വരും. 5 മണിക്ക് ഞങ്ങൾ എണീറ്റ് യോഗയും ഞങ്ങളുടെ നടത്തൊക്കെ കഴിഞ്ഞ് 6 മണിക്ക് ഞാൻ എൻ്റെ പണികൾ നോക്കും. ഞാൻ രാവിലെ എൻ്റെ കുറച്ച് സമയം ഡാൻസ് പ്രാക്ടീസ്, പാട്ട് പ്രാക്ടീസൊക്കെ ചെയ്ത് ഞാൻ അടുക്കളയിലത്തെ പണികളിലേക്ക് കയറും. ചേട്ടന് പണിക്ക് പോരും. ഞങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫ് ഒരു ദിവസം കാണിച്ചു തരാട്ടാ. സീമ ചേച്ചി ഉണ്ട് അവിടെ. ഞാനേ ചേച്ചിയുടെ അടുത്തൊരു കാര്യം പറഞ്ഞിട്ട് പോരാ.